ഹേ ഗായ്സ്, സൺഡേ എന്താ പരിപാടി? ഞാൻ ആക്ച്വലി ഇന്ന് എൻ്റെ ബൈക്കൊന്ന് കഴുകാൻ പോവാ. എന്തായാലും കോഴിക്കോട് നാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ മൊത്തം ചളിയാണ്. ആദ്യം നമുക്ക് ബൈക്ക് കഴുകാം. അപ്പോൾ തൽക്കാലം ബക്കറ്റൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. ബക്കറ്റ് ചുമ്മാ എടുത്താണ് കേട്ടോ, അത്ര ആവശ്യമൊന്നും വരില്ല. കാരണം പൈപ്പ് ഡയറക്റ്റ്ലി നമുക്ക് പൈപ്പ് കൊണ്ട് തന്നെ ഡയറക്റ്റ്ലി വെള്ളം ഒഴിക്കാം. എവിടെ നിർത്തും ബൈക്ക്? അവിടെ നിർത്തണോ, ഇവിടെ നിർത്തണോ? ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഓ, ഇതാണ് നമ്മുടെ ബൈക്ക്. സോ ഇവനെ കണ്ടോ നിങ്ങളിപ്പോ? ആക്ച്വലി ഇതിൽ മൊത്തം ചെളി അടിച്ച് കയറിക്കുക. ഇത് മൊത്തം ചെളി. ഇതെന്തായാലും ഫുള്ളായിട്ട് നമുക്ക് പ്യുവർ ക്ലീൻ ആക്കാൻ പറ്റില്ല. ബട്ട് നമുക്ക് ചെറിയ ചെറിയ ചളികളൊക്കെ നമുക്ക് ക്ലീൻ ആക്കി കളയാം. കാരണം മറ്റെന്തായാലും വാഷ് ചെയ്യുന്നിടത്ത് തന്നെ കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ പണിയാണ്. നമ്മുടെ മൈക്ക് കാണിച്ചാൽ ചെറിയൊരു പണി തന്നു കേട്ടോ. അതുകൊണ്ട് സൗണ്ട് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല. ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായത് വേറെ ഒന്നുമല്ല. ഞാൻ ആക്ച്വലി വണ്ടി കഴുകാനുള്ള പൈപ്പ് അങ്ങ് എടുത്തിട്ടതിന് ശേഷം ടാപ്പ് ഓണാക്കി നോക്കുമ്പോൾ വെള്ളവും വരുന്നില്ല, ഓൺലി കാറ്റ്. അപ്പോൾ പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പ് മാറ്റി കുത്തുക. പാകപ്പെട്ടിരിക്കുക. കാരണം രണ്ട് പൈപ്പ് രണ്ട് സ്ഥലത്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അത് ഊരിയിട്ട് എടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോകുക എന്നുള്ളത് വെരി ടാസ്ക്. കാരണം ഇത് കണ്ടു. സോ ഗൈസ്, അപ്പോൾ വണ്ടി എന്തായാലും നമുക്ക് പൈപ്പ് വെച്ചിട്ട് വാഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ ബക്കറ്റ് എടുത്തിട്ടുണ്ട്, വെള്ളം നിറച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് മെയിനായിട്ട് ചെളി ഇളകി കളയാൻ പറ്റുന്ന ഏരിയയിലത്തെ ചെളി മാത്രം നമ്മൾ കളയുന്നു. അത് മാത്രമേ ഇപ്പോൾ ഓപ്ഷനുള്ളൂ. കാരണം ഇവിടെ ഭയങ്കര ഹാർഡായിട്ടുള്ള ചെളിയാണുള്ളത്. അത് നമുക്ക് എന്തായാലും ഈ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അങ്ങനെയാണ് സാഹചര്യം. എന്തായാലും നമുക്കൊന്നൊരു ഹാർഡ് വാഷ് ചെയ്യണം. അതെന്തായാലും പുറത്തുനിന്ന് ചെയ്യുന്നതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞുള്ളത് എൻ്റെ വണ്ടിയാണെന്ന്. ഇത് ആക്ച്വലി ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ് കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. കഴിഞ്ഞൊരു നവംബർ ഡിസംബർ മുതൽ ഞാൻ ഈ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 10 മന്ത്സിൻ്റെ അടുത്തായിട്ട് ഈ വണ്ടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തൊക്കെ വലിയ ആഗ്രഹമായിരുന്നു ബൈക്ക് ഓടിക്കണം അല്ലെങ്കിൽ എടുക്കണം എന്നൊക്കെ ഉള്ളത്. ബിക്കോസ് അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് കണ്ടത് R15 അല്ലേ, അതിൻ്റെ വേർഷൻ 1. ഇത് ഞാനൊരു പത്രത്തിൽ ആഡ് കണ്ടു, ഒരു 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ. അന്നത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ കിറ്റുള്ള വണ്ടി ഓടിക്കണം എന്നൊക്കെ. പിന്നെ ആഗ്രഹം മാറി, കിറ്റ് എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് നേക്കഡ് വെഹിക്കിളിലേക്ക് എത്തി. അതായത് നമ്മുടെ ഡ്യൂക്കൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു കൈൻഡ് ഓഫ് വെഹിക്കിളിലേക്ക് എത്തി. അത് ഭയങ്കര ഇഷ്ടമായി എനിക്ക്. കാരണം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ബൈക്കുകളല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഡ്രീം ഉണ്ടായിരുന്നത്. പക്ഷേ കാലം ഓരോ വഴി കൂടെ നമ്മൾ എത്തിച്ച് വളച്ച് നമ്മളൊരു പോയിന്റിലേക്ക് എത്തിക്കും. സോ അങ്ങനെയാണ് ഈ ഒരു ബൈക്ക് എൻ്റെ കയ്യിലെത്തിയത്. ആക്ച്വലി അവൻ്റെ ബൈക്കാണ്. സോ റൈറ്റ് നൗ അവനത് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ വൈകാതെ തന്നെ നമുക്ക് തന്നെ എടുക്കണം. പക്ഷേ അന്നത്തെ ഒരാഗ്രഹം കിറ്റുള്ള ബൈക്ക്, പിന്നെ അത് നെയ്ക്കഡ് വന്ന് ഇപ്പോൾ എൻ്റെ മെയിൻ ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ADV ടൈപ്പ് വെഹിക്കിൾസ് ഉണ്ടാവില്ല. ഭയങ്കര ഇഷ്ടമാണ് ADV വെഹിക്കിൾസ്. അത് ഞാൻ ഒരു യാത്ര പോയായിരുന്നു 2022 ഡിസംബർ മന്തിലോട്ട്. ഞാൻ ഊട്ടിയിലേക്ക് പോയായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി സോളോ ട്രിപ്പ് അടിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ എക്സ്പൾസ് 200 ഉണ്ട്, വേർഷൻ V4, എക്സ്പൾസ് 200 V4 അതാ ഉപയോഗിച്ചത്. സോ ഈ ഒരു വെഹിക്കിൾ വെച്ചിട്ട് ഞാൻ ഓടിച്ചു കഴിഞ്ഞപ്പോൾ സത്യം പറയാലോ, എനിക്ക് ആകെ ക്ഷീണം ഫീൽ ചെയ്തുള്ള എവിടെ അറിയോ? നമ്മുടെ ഈ ഒരു അണ്ടർവെയറിൻ്റെ ഒരു എലാസ്റ്റിക് പോകില്ലേ, അതിൻ്റെ ആ വള്ളിമ തട്ടിയിട്ടുള്ള ആ ഒരു പ്രഷറിൻ്റെ ഇത് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഓൾമോസ്റ്റ് 500 കിലോമീറ്റർ ഞങ്ങളിത് കവർ ചെയ്തു ആ ഒരു യാത്ര. അതിൽ എനിക്ക് ബോഡി പെയിൻ പറഞ്ഞ സാധനമേ കിട്ടിയില്ല.
എൻ്റെ അപ്പർ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിരുന്നു, അതുകൊണ്ട് തന്നെ അതിന് ഇഷ്യൂ ഉണ്ടായില്ല. പിന്നെ അതുപോലെ കുഷനിങ് ആയാലും ശരി, ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി അത്ര വലിയ ഹാർഡായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഭയങ്കര സ്മൂത്ത് ആയിട്ട് എനിക്ക് അതിൻ്റെ കുഷനിങ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ബാഗ് പിന്നെ നമ്മൾ നോർമലി പുറത്തല്ല ഇട്ടിരുന്നത്, ബാക്കിൽ ജസ്റ്റ് കവർ ഒരു അതിൻ്റെ പേരെന്താ, ടൈ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ടൈറ്റ് ആക്കിയിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എക്സ്ട്രാ. അവിടെ നമ്മൾ ഫുൾ ബോഡി ഫ്രീ ആയിട്ടായിരുന്നു ഇരുന്നത്. സോ അങ്ങനെയായിരുന്നു ഞാൻ ട്രാവൽ ചെയ്തിരുന്നത്. അതുകൊണ്ടാണോ മേ ബി എനിക്ക് അത്ര ബോഡി പെയിനോ കാര്യങ്ങളൊന്നും കിട്ടാതിരുന്നത്. ആൻഡ് ആ ഒരു വെഹിക്കിൾ ഓടിച്ചതിന് ശേഷമാണ് എനിക്ക് ഏത് വെഹിക്കിളിനോട് ഇത്ര ഭയങ്കര അട്രാക്ഷൻ വന്നത്. കാരണം എൻ്റെ ഒരു പർപ്പസും എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ ഒരിക്കലും ഒരു സ്പീഡ് ഓവറായിട്ട് ഇഷ്ടപ്പെടുന്ന ആളല്ല. എന്നാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിറ്റ് ഓവറായിട്ട് വേണമെന്നോ അങ്ങനെ മൈൻഡ് ഇപ്പം ഇല്ല. ബട്ട് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ കാശുണ്ടാവുന്ന സമയത്ത് കിറ്റുള്ള വണ്ടിയും നേക്കഡ് ആയിട്ടുള്ളതും ഏടിയും എല്ലാം എടുക്കണമെന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എൻ്റെ ഒരു ആഗ്രഹം ഒരു ADVയിലേക്ക് കിടക്കണമെന്നാണ്. ആൻഡ് അതിൽ ഈ ഒരു എക്സ്പൾസ് ആയിരുന്നു എൻ്റെ ഫസ്റ്റത്തെ ചോയ്സ് ഉണ്ടായിരുന്നത്. ബിക്കോസ് അതായിരുന്നു എന്നെ അതിലേക്ക് കടത്താനുള്ളൊരു കാരണക്കാരൻ. പിന്നെ അറിയാലോ, ഞാൻ പ്യുവർലി ഓഫ് റോഡും അല്ല, പ്യുവർലി റേസിങ്ങും അല്ല. അതുകൊണ്ട് ഒരു ടൂറിങ്, സ്പോർട്സ് ടൂറിങ് അല്ലെങ്കിൽ ടൂറിങ് സെഗ്മെൻറ്റാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതിൽ തന്നെ മെയിനായിട്ട് ടൂറിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്പോർട്സ് ടൂറിങ് ഇല്ല. സ്പോർട്സ് ടൂറിങ് ആകുമ്പോൾ കുറച്ചും കൂടിയും ലൈക്ക് ഡൗൺ ക്ലിയറൻസ് കുറച്ച് കുറവാകും. മെയിനായിട്ട് ഇപ്പോൾ എൻ്റെ മൈൻഡിലുള്ള ഒരു വെഹിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിങ്ങിന് പറ്റിയത് ഒന്ന് നമ്മുടെ KTMൻ്റെ ADV 390, പിന്നെ വരുന്നത് RTX 300 TVSൻ്റെ, പിന്നെ അടുത്തൊരു വെഹിക്കിളായിട്ട് വരുന്നത് ആസ് യൂഷ്വൽ ബഡ്ജറ്റ് ഫ്രണ്ടിൽ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ വാല്യൂ ഫോർ മണി നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പൾസ് 210 എക്സ്പൾസ് 210 അതൊരു കിടിലം വണ്ടിയാണ് 210. കാരണം ഞാൻ ഈ വണ്ടി കിട്ടുന്നതിന് മുന്നേ ഞാൻ കിട്ടുന്നേക്കാൾ 1 വീക്ക് മുമ്പ് ഞാൻ ആ ഒരു എക്സ്പൾസ് 210 എടുക്കണം എന്നുള്ള മൈൻഡിൽ എല്ലാ ലോണും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിരുന്നു. ലോണ് എടുക്കാനുള്ള ഒരു ഒപ്പിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ലോൺ കിട്ടാൻ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് മുമ്പ് പറഞ്ഞത്, ഇത് കുറച്ചെടുത്ത് ഉപയോഗിച്ച് നോക്ക്, എന്നിട്ട് നീ അല്ലച്ചും വേറെ എടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അന്ന് കയറിയത് തന്നെ. പിന്നെ ഇവനാണെന്നുവെച്ചെങ്കിൽ ഒരു അടിപൊളി വണ്ടിയാണ് സത്യം പറഞ്ഞാൽ. ഒറ്റ കാര്യം ഒഴിച്ചിട്ടാ, ഈ സീറ്റ് കണ്ടോ, കുണ്ടി കണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ നിതമ്പുണ്ടല്ലോ, നല്ല എന്താ പറയുക, സോഫ്റ്റ് ആണെങ്കിൽ നല്ല പെയിൻ ആക്കി തരും നമുക്ക്. ഒരു മോർ ദാൻ ഒരു 50 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 70 കിലോമീറ്റർ എബോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, അതും വിത്തൗട്ട് ലൈക്ക് വളവും തിരിവില്ലാത്ത, അതായത് ഗിയർ ചേഞ്ചിങ് ഇല്ലാത്ത റോഡുകളിൽ. ഫോർ എക്സാമ്പിൾ ഞാൻ കോഴിക്കോട് നാട്ടിലേക്ക് വരുമ്പോൾ കുറ്റിപ്പുറം വരെ ഓൾമോസ്റ്റ് ഒരു ടു 65-70 കിലോമീറ്റർ ഡിസ്റ്റൻസ് എന്തായാലും ഉണ്ട്. സോ കോഴിക്കോട് നിന്ന് ആ ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് നല്ല രീതിക്ക് പെയിൻ വരാറുണ്ട് ഇതും വരുന്നു കഴിഞ്ഞാൽ. പിന്നെ കൈക്കൊന്നും പെയിൻ വരാറില്ല കേട്ടോ. കൈക്ക് വരും എപ്പോഴും വെച്ചിട്ടോ, ഒന്നല്ലെങ്കിൽ വേണ്ട ബെയറിങ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ കൈക്ക് പെയിൻ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ബാഗിൽ നല്ല വെയിറ്റ് ഉണ്ടെങ്കിൽ അത് വലിഞ്ഞിട്ടുള്ള ആ ഒരു പെയിൻ ഇതിലേക്ക് നല്ല കിട്ടും, ഷോൾഡർക്ക് അങ്ങനെ കിട്ടാറുണ്ട്. അതർവൈസ് ഇവൻ അടിപൊളിയാണ്, നല്ല രീതിയിൽ നോക്കുന്നു. എന്തേ ഒറ്റയ്ക്ക് വർത്താനം പറയാ ക്യാമറ നോക്കിയിട്ട്? എന്തേ നിങ്ങൾ അവിടെ നോക്കിയിട്ടാണോ പറയണേ? ഞാൻ ക്യാമറ നോക്കി പറയാണ്. ക്യാമറ അടച്ചിട്ടുണ്ട്, അടച്ചോ. അപ്പൊ എവിടെ പറഞ്ഞു നിർത്തി? ഇവനൊരു പുലിക്കുട്ടിയാണ്. കാരണം എന്താ വെച്ചെങ്കിൽ നമുക്കൊരു നല്ല രീതിക്ക് നല്ല പുഷ് ചെയ്ത് ഓടിക്കാൻ, അല്ലെങ്കിൽ നല്ല വലിപ്പിച്ച് വണ്ടി എടുക്കാൻ പറ്റിയ വണ്ടി കൂടിയാണ് കേട്ടത്. നല്ല രീതിയിൽ കയറി പോവുകയും ചെയ്യും. അതുപോലെ തന്നെ റോഡ് പ്രസൻസ് അത്യാവശ്യം ഉണ്ട്, അതെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ ഇത് റയറാണ് കണ്ടിട്ടുള്ളത് ഈ വണ്ടി. ഇത് കാണുന്നതാണെങ്കിൽ പോലും ഈ ഒരു മിറർ ഉണ്ടല്ലോ, ഇത് ഭയങ്കര നീളത്തിലുള്ളവന്മാരുടെ വണ്ടിയാണ്. ലൈക്ക് ഈ വണ്ടീനെ ബാഡാക്കി പറയല്ല, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരെ ബാഡാക്കി പറയല്ല. പക്ഷെ എനിക്കെന്തോ വെൻ കമ്പയർ ടു ദോസ് വെഹിക്കിൾസ് മിറർ കൂടിയതിനേക്കാൾ കുറച്ചും കൂടി ഇഷ്ടമായത് ഈ ഒരു മിറർ ചെറുതാക്കി, ഇതിൻ്റെ ആഫ്റ്റർ മാർക്കറ്റാണ് ഈ ഒരു മിറർ. സോ അങ്ങനത്തെ വെഹിക്കിളാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്. ഇതിനൊരു ബ്ലാക്ക് കളർ, ഇതും റയറാണ് ഈ കളർ. ഇത് ആക്ച്വലി ബ്ലാക്ക് അല്ലായിരുന്നു, ഇതിൽ സ്റ്റിക്കർ ഉണ്ടായിരുന്നു റെഡ്. ഐ തിങ്ക് ആ ഒരു ഡാർക്ക് റെഡും ബ്ലാക്കും കൂടിയ കവർ വരുന്ന വണ്ടിയായിരുന്നു ഇത് വണ്ടി. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ സ്റ്റിക്കർ എടുത്ത് കളഞ്ഞതാണ്. പക്ഷെ അപ്പോൾ
പ്യുവർ ബ്ലാക്ക് കളറിലാണ് ഇപ്പോൾ വണ്ടിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സാധനം റയറാണ് ആൾക്കാരിൽ. പിന്നെ കൂടുതലും ഞാൻ RS200 കാണാറ് യെല്ലോ അല്ലെങ്കിൽ ഗ്രേ പിന്നെ റെഡ്, ഈ ഒരു 3 കോംബോ ആണ്. റെഡ് പറയുമ്പോൾ ലൈറ്റ് റെഡ് ഉണ്ടല്ലോ, ആ ഒരു കോംബോ കൂടുതൽ കാണാറ്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഇവൻ റയറാണ്, കുറച്ചുകൂടി റോഡ് പ്രസൻസ് തരാറുണ്ട്. പിന്നെ കംഫർട്ടായാലും ശരി, നമുക്കിങ്ങനെ നല്ല രീതിയിലേക്ക് ഇവിടെ റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ വിൻഡ് ബ്ലാസ്റ്റ് ആണ്. അത് ഓൾമോസ്റ്റ് നമുക്ക് ഒരു 80 to 90 ആണ് കയറി കഴിഞ്ഞാൽ നമുക്ക് രീതിയിൽ നമ്മുടെ ഹെൽമെറ്റിന് അടിച്ചിട്ട് നമ്മളിങ്ങനെ തല തിരിക്കുമ്പോൾ നമുക്ക് നല്ല ഫീൽ ആവും. അതൊരു പ്രശ്നമാണ്. ഈ വിൻഡ് നല്ല രീതിയിൽ കയറാറുണ്ട്, നമ്മുടെ ഫേസിലേക്ക് അടിച്ച് കയറും. പിന്നെ മൈലേജ് അതേ ഒന്നും പറയുന്നില്ല, കാരണം ഞാൻ അതിൻ്റെ മൈലേജ് നോക്കിയിട്ടില്ല. എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെഹിക്കിൾ എടുക്കുമ്പോൾ അതിൻ്റെ മൈലേജ് ഒക്കെ നോക്കിയെടുക്കാനുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ ഇവനെ കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെ പെട്രോൾ അടിക്കുക, വണ്ടി ഓടിക്കുക, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ മൈലേജൊക്കെ ഞാൻ നോക്കിയിട്ടില്ല, നോക്കാൻ പറ്റിയിട്ടുമില്ല എനിക്ക്. കാരണം ഒന്നാമത് മൈലേജ് നോക്കാമെന്ന് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കൽ പിന്നെ നിർത്തേണ്ടി കഴിഞ്ഞാൽ, അതുകൊണ്ട് അതിലേക്ക് നിന്നില്ല. ഓൾമോസ്റ്റ് എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞത് 30-35 ഹൈവേയിൽ കിട്ടുന്നതാണ് പറഞ്ഞത്. ഐ ഡോണ്ട് തിങ്ക് സോ, അത്ര കിട്ടിയിട്ടില്ല എനിക്ക്. പിന്നെ ഈ ഓയിലും കാര്യങ്ങളും പ്രോപ്പർ അല്ലെങ്കിൽ കിട്ടുന്നൊരു പണിയുണ്ടല്ലോ, അതുണ്ട്. അപ്പോൾ ഓയിൽ പ്രോപ്പറായിട്ട് മാറ്റുക, അല്ലെങ്കിൽ ക്ലച്ച് പ്ലേറ്റ് കംപ്ലൈൻ്റ് ആവുക, അങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൈലേജ് ഡൗൺ ആവും. ഈ വണ്ടി ഇപ്പോൾ 10 monthsനുള്ളിൽ ഇതിൻ്റെ മൊത്തത്തിൽ ചിലവാക്കിയ പൈസ എത്ര അറിയുമോ? ഓൾമോസ്റ്റ് ഒരു 25,000 അടുത്ത്, 25 to 30,000 അടുത്ത് സ്പെൻഡ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതിന്. കാരണം ഫസ്റ്റ് കംപ്ലൈൻറ്റ് ഇതിന് ത്രോട്ടിൽ ബോഡിക്കായിരുന്നു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അത് മാറ്റി, അത് ഏകദേശം ത്രോട്ടിൽ ബോഡി തന്നെ 10,000 rupees-ആയി. പിന്നെ ഈ വണ്ടിയിൽ ഓൾമോസ്റ്റ് എല്ലാം എന്നല്ല, ഈ മിറർ ഒഴിച്ച് ബാക്കിയെല്ലാം സർവീസ് സെൻറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ബജാജിൻ്റെ ഒറിജിനൽ പ്രൊഡക്ട്സ് മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇവിടെ ഇൻഡിക്കേറ്റർ പൊട്ടിയാലടക്കം ബജാജ് സർവീസ് സെൻറ്ററിൻ്റെ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുക, ലൈക്ക് ബജാജിൻ്റെ ഒഫീഷ്യൽ നിന്ന് വല്ല ഇൻഡിക്കേറ്റർ വാങ്ങിയിട്ട് ഉപയോഗിക്കുക, അവിടെ നിന്ന് തന്നെ ഫിറ്റ് ചെയ്യിക്കും. അത് എന്നോട് അവൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനത് ഇപ്പോൾ നമ്മളത് കീപ്പ് ചെയ്ത് പോകുന്നു. കാരണം ഒരു ഇൻഡിക്കേറ്ററും ഇപ്പോൾ ഞാൻ 3 ഇൻഡിക്കേറ്ററും ഇത് ഉപയോഗിക്കാണ്ട് ഓൾമോസ്റ്റ് അവൻ UK-യിലായ സമയത്ത് വണ്ടി ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ 2 വർഷത്തോളം വണ്ടി വെറുതെ വീട്ടിലിരുന്നു. ഈ ഒരു ടൈമിൽ ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഇരുന്ന ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാണ്ട് ഈ റബ്ബർ ഡാമേജ് ആയിട്ട് ഡൗൺ ആയി, മീൻസ് താഴ്ന്നു കിടന്നു. ആ ഇൻഡിക്കേറ്റർ മാറ്റി കഴിഞ്ഞപ്പോൾ 4 ഇൻഡിക്കേറ്ററും 4 പ്രൈസ് ബജാജ് സർവീസ് സെൻറ്ററിൽ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചെങ്കിൽ റൈറ്റ് സൈഡിലത്തെ വേറെയാണ്, ബാക്കിലത്തെ വേറെയാണ്, ഫ്രണ്ടിലത്തെ വേറെയാണ്. അങ്ങനെ ഇരുന്ന് സർവീസ് ചാർജ് വേറെ. ഓൾമോസ്റ്റ് ഒരു 800-900 അല്ലെങ്കിൽ 600 to 900 റേഞ്ചിലാണ് ടോട്ടൽ എനിക്ക് 4 ഇൻഡിക്കേറ്ററിനും ഓരോന്നിനും വെച്ചിട്ട് വന്നുള്ളത്. വേരിയേഷൻസ് ഉണ്ട് അതിൽ. പിന്നെ അതുപോലെ ഇപ്പം റീസെൻ്റ്ലി പണി കഴിപ്പിച്ചെന്തില്ല അറിയോ, ഇതിൻ്റെ ക്ലച്ച് പ്ലേറ്റ് ആയിരുന്നു. വണ്ടി ഒരു നിശ്ചിത RPM-ൻ്റെ മേലേക്കോ അല്ലെങ്കിൽ ഒരു 65 to 70 കിലോമീറ്റർ മേലേക്കോ കയറുമ്പോൾ വണ്ടി നല്ല രീതിക്ക് റബ്ബ് ആവുന്നുണ്ട്, റൈസ് ആവുന്ന സൗണ്ട്. പക്ഷെ വണ്ടി സ്പീഡും കിട്ടുന്നില്ല, RPM കയറുന്നില്ല. ഭയങ്കര വല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു അത്. അതേപോലെ വണ്ടി ഓടിച്ചു കഴിഞ്ഞപ്പോൾ ലൈക്ക് ഇവിടെ സർവീസ് സെൻ്ററിൽ കാണിച്ചു, അവർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, മാറ്റി റെഡി ആക്കിയെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ഞാൻ മാറ്റി പിറ്റേ ദിവസം തന്നെ ഞാൻ വീണ്ടും ചെന്ന് കാര്യം പറഞ്ഞ് അവിടെ ഇരുത്തിയിട്ട് ഞാൻ അവരെ കൊണ്ട് നോക്കിപ്പിച്ച് അപ്പോൾ കാര്യം കിട്ടി. ക്ലച്ച് പ്ലേറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ ലൈക്ക് അതിൻ്റെ ആ ഒരു ബോക്സ് നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ 4 ക്ലച്ച് പ്ലേറ്റും തേയ്മാനം വന്നിരിക്കുകയാണ്, ഉപയോഗിക്കാൻ പറ്റില്ല. പുതിയ ക്ലച്ച് പ്ലേറ്റ് വെക്കുകയും ചെയ്തു. അവിടെ ഒരു 3000 അടുത്ത് ടോട്ടൽ പോയി. അതും പിന്നെ അതിൻ്റെ ബാക്കിയുള്ള കുറച്ച് ഇതൊക്കെ കൂടിയിട്ട്. പിന്നെ AMC എടുത്തുകൊണ്ട് കുറച്ചൊക്കെ കവറായിട്ടാ സർവീസ് ചാർജൊക്കെ. ആൻഡ് അതാണ് ഇപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇപ്പോൾ റീസെൻ്റ്ലി മാറ്റിയതും ടോട്ടലി ഉള്ളതൊക്കെ. പിന്നെ ബെയറിങ് കാര്യങ്ങളൊക്കെ പോയത് അതൊക്കെ ലൈക്ക് ഫസ്റ്റ് ടൈം തന്നെ മാറ്റി. എന്തായാലും ആളൊരു പുലിക്കുട്ടിയാണ് ഈ ഒരു വെഹിക്കിൾ. സോ സൗണ്ട് അത് കിടിലൻ സൗണ്ട് കേട്ടോ. ഫസ്റ്റ് ഒരു 0 ഒരു 9,000 വേണ്ട, ഒരു 8,000 RPM-ലേക്കൊക്കെ തന്നെ കയറുമ്പോണ്ടല്ലോ സൗണ്ടിന് മാറും. ഫസ്റ്റത്തെ ഒരു 6 ഗിയർ ഇട്ടിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റ് അത് ഭയങ്കര മൂവ്മെൻറ്റാണ്, ഭയങ്കര സൗണ്ടാണത്. അതും പ്രത്യേക സൗണ്ട് ഉണ്ടാകും. ഇതിൻ്റെ ഇപ്പോഴത്തെ വേർഷൻസിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ഇത് BS3 ആണ് വരുന്നത്.
പക്ഷെ ഇതിൽ മാത്രം കിട്ടിയൊരു ഭാഗ്യമാവാം അത്. അപ്പോൾ നമ്മൾ അധികം ഒന്നും ഇതാക്കുന്നില്ല, ക്ലീൻ ആക്കുന്നില്ല. ഓൾമോസ്റ്റ് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഏരിയാസ് ഒന്നീ ഫ്രണ്ട്, അതുപോലെ ഇവിടെ ക്ലീൻ ആക്കി, ഇവിടെ ആക്കി. ഇതൊക്കെ ആക്ച്വലി എന്തായാലും ഇപ്പോൾ നാളെ മഴ പെയ്ത് ഞാൻ കയറും, ചളി ഇവിടെയും കയറും. ഇനി ആവശ്യം ഡിസ്പ്ലേറ്റ് ഒന്ന് ക്ലീൻ ആക്കണം, കാരണം പൊടി ഇരുന്നിട്ടുള്ള ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. ഇത് മാറ്റണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചെങ്കിൽ, ഈ ബൈക്ക് എടുക്കണാട്ടിയും ലൈക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ സ്പോട്ടിൽ ഞാൻ ചെയ്തതെന്ന് അറിയോ, ഞാൻ പോയിട്ട് ഒരു 4500 ഉറുപ്പിക്ക് SMKൻ്റെ ഒരു ഹെൽമെറ്റ് അങ്ങ് മേടിച്ച്. പറയുമ്പോൾ വണ്ടി സ്വന്തമായിട്ടുള്ളതല്ല, പക്ഷെ സ്റ്റിൽ ഈ വണ്ടി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ രീതിക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ വണ്ടിയിൽ ഏത് വണ്ടി ഉപയോഗിക്കുമ്പോൾ നല്ല ഹെൽമെറ്റ് ഉപയോഗിക്കണം കേട്ടോ. പക്ഷെ ഞാൻ പോയിട്ടൊരു SMKൻ്റെ ഹെൽമെറ്റ് അങ്ങ് വാങ്ങി. ഈ ജാക്കറ്റ് മേടിക്കണമെന്നുണ്ട്. ഇപ്പോൾ ഗ്ലൗ ഉണ്ട്, ഗ്ലൗ മാറ്റണം. കുറേ ഐറ്റംസ് ഒക്കെ ഇറക്കണം. ഇനി കൂടെ എന്തായാലും ഒരു 3 months ഒരു എഡി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നടക്കുമെന്നറിയില്ല, വലിയൊരു പ്ലാൻ ഉണ്ട്. പിന്നെ വണ്ടർ മൊത്തം ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ. കണ്ടോ, എന്തായാലും ഇനി തുടയ്ക്കണത് കഴിഞ്ഞിട്ട്. സോ ഇതാണ് ആ ഒരു ചെളിയൊക്കെ പോയി കഴിഞ്ഞുള്ള അവസ്ഥ, പ്രത്യേകത. കണ്ട, പിന്നെ ഇവിടുത്തെ ചെളി പിന്നെ ഞാൻ പറയണ്ടല്ലോ. അത് ആക്ച്വലി ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ല. കോഴിക്കോട് എത്തിയിട്ട് അവിടുത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് വേണം ഇത് മൊത്തം ഇനി ക്ലീൻ ആക്കാൻ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.